Hi students, today we are going to discuss about MAC, Media Access Control. Network links can be divided into two categories, point-to-point connection and broadcast channel. നെറ്റ്വർക്ക്സ് ലിങ്കിനെ രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? പോയിന്റ് ടു പോയിന്റ് കണക്ഷനും ബ്രോഡ്കാസ്റ്റിംഗ് ചാനലും. അപ്പോൾ പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ എന്ന് പറയുമ്പം ഒരു യൂണികാസ്റ്റ് കണക്ഷനാണ്. നെറ്റ്വർക്ക് ലിങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പം നമുക്കൊരു ഡാറ്റേനെ സെൻഡ് ചെയ്യണമെങ്കിൽ സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് ഒരു ലിങ്ക് വേണം അല്ലേ? ട്രാൻസ്മിഷൻ പാത്ത് വേണം. ആ ട്രാൻസ്മിഷൻ പാത്തിലൂടെയാണ് ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിന് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ രണ്ട് കാറ്റഗറീസിൽ അല്ലെങ്കിൽ രണ്ട് മെത്തേഡിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് പോയിന്റ് ടു പോയിന്റ് കണക്ഷനും ബ്രോഡ്കാസ്റ്റ് കണക്ഷനും ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ എന്ന് പറയുന്നത്. അപ്പം പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ആകുമ്പം സെൻറ്ററും റിസീവറും ഒരു റിസീവറും ആയിരിക്കും ഒരു ട്രാൻസ്മിഷൻ പാത്ത് യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റേനെ സെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതിനെയാണ് യൂണികാസ്റ്റ് കണക്ഷൻ അല്ലെങ്കിൽ യൂണികാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്. ഒരു സെൻറ്ററും ഒരു റിസീവറും മാത്രം ഒരു ട്രാൻസ്മിഷൻ മീഡിയം യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റേനെ സെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാനതൊന്ന് വരച്ച് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് സിസ്റ്റംസ്, ഒരു സെൻറ്ററും ഒരു റിസീവറും ആണുള്ളത്. ഈ സെൻറ്ററും റിസീവറും തമ്മിൽ ഒരു ട്രാൻസ്മിഷൻ മീഡിയം യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ മീഡിയത്തിലൂടെയാണ് അല്ലെങ്കിൽ ഈ ലിങ്കിലൂടെയാണ് ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ലിങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ ചാനലിൻ്റെ കപ്പാസിറ്റി, എൻ്റയർ കപ്പാസിറ്റി ഈ സോഴ്സും ഡെസ്റ്റിനേഷനും തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നല്ലൊരു ചാനൽ അതിൻ്റെ എൻ്റയർ കപ്പാസിറ്റി കിട്ടുക എന്ന് പറയുമ്പം ആ ചാനലിൻ്റെ എൻ്റയർ കപ്പാസിറ്റി ഒരു ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ നല്ല ബാൻഡ് വിഡ്ത്ത് ഹൈ ഡാറ്റ റേറ്റ് സെൻഡ് ചെയ്യാൻ പറ്റും ഈ ഒരു ചാനലിലൂടെ. അവിടെ കൊളീഷനൊന്നും ചാൻസ് ഇല്ല. ബിക്കോസ് ഒരാൾ മാത്രമായിരിക്കും ഈ ഒരു ചാനൽ യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റേനെ സെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ചാനലിൻ്റെ എൻ്റയർ കപ്പാസിറ്റി ഈ ഒരു ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇനി ബ്രോഡ്കാസ്റ്റ് കണക്ഷൻ അല്ലെങ്കിൽ മൾട്ടി ആക്സസ് ചാനൽ, മൾട്ടി പോയിന്റ് ചാനൽ, റാൻഡം ആക്സസ് ചാനൽ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസ്മിഷൻ മീഡിയം മൾട്ടിപ്പിൾ ഡിവൈസസ് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരാൾ മാത്രമാണ്, രണ്ട് പേര് മാത്രമാണ്, സെൻറ്ററും റിസീവറും മാത്രമാണ് ഈ ഒരു ചാനൽ ഷെയർ ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. പക്ഷേ മൾട്ടിപ്പിൾ ആക്സസ് ചാനൽ ആകുമ്പോൾ അല്ലെങ്കിൽ മൾട്ടി പോയിന്റ് ചാനൽ ആകുമ്പോൾ മൾട്ടിപ്പിൾ ഡിവൈസ് ഇതിലേക്ക് കണക്ട് ചെയ്യും, ഈ ഒരു ചാനലിലേക്ക് കണക്ട് ചെയ്യും. അന്ന് ഞാൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രോഡ്കാസ്റ്റ് കണക്ഷൻ എന്ന് പറയുമ്പം ഒരു സെൻറ്റർ ഡാറ്റേനെ സെൻഡ് ചെയ്യുന്ന സമയത്ത് അത് മൾട്ടിപ്പിൾ റിസീവേഴ്സ് ഉണ്ടാവും അതിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഈ ചാനൽ ഷെയർ ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് നോട്ട്സുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തുന്നുണ്ട്. ഈ ഒരൊറ്റ ചാനലിലൂടെ പല കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചാനലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസിനും ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. മറ്റേത് എന്ന് പറയുമ്പോൾ സെൻറ്ററും റിസീവറും മാത്രമാണ് ആ ഒരു ചാനൽ കപ്പാസിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അറ്റ് എ ടൈം ഒന്നുകിൽ സെൻറ്റർ ആയിരിക്കുമല്ലോ ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. സെൻറ്റർ ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡാറ്റയ്ക്ക് വേണ്ടി മാത്രമാണ് ആ ഫുൾ കപ്പാസിറ്റി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസസും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എല്ലാ ഡിവൈസസും എന്ത് ചെയ്യും? ആ ചാനലിൻ്റെ കപ്പാസിറ്റി ഷെയർ ചെയ്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ചാനലിൻ്റെ കപ്പാസിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഒരാൾക്ക് മാത്രം കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതാണ് അതിനകത്ത് മൾട്ടി പോയിന്റ് ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ പോയിന്റ് ടു പോയിന്റ് ആൻഡ് മൾട്ടി പോയിന്റ് എന്ന് പറയുന്നത് അഡ്രസ് ഫീൽഡ് ദ റിസീവർ ദാറ്റ് ഡിറ്റർമിൻ ദ പാക്കറ്റ് നീഡ് ടു ബി റിസീവ് ഓർ നോട്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, പോയിന്റ് ടു പോയിന്റും മൾട്ടി പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റേനെ സെൻഡ് ചെയ്യുന്ന സമയത്ത് പോയിന്റ് ടു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ സെൻറ്റർ ഡാറ്റേനെ സെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഡാറ്റയ്ക്കകത്ത് എന്തുണ്ടാവും? സോഴ്സ് ഐ പിയും ഡെസ്റ്റിനേഷൻ ഐ പി ഉണ്ടാവും. സോഴ്സ് ഐ പി എന്ന് പറഞ്ഞാൽ ആരാണോ സെൻഡ് ചെയ്യുന്നത്, ഡെസ്റ്റിനേഷൻ ഐ പി എന്ന് പറയുന്നത് ആർക്കാണോ സെൻഡ് ചെയ്യുന്നത്, ഡാറ്റേനെ ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് അതായിരിക്കും ആ ഡാറ്റയ്ക്കകത്ത് ഉണ്ടായിരിക്കുക. ഇനി മൾട്ടി പോയിന്റ് ആകുമ്പോൾ ഡെസ്റ്റിനേഷൻ ഐ പി ആരുടെയാണോ അയാളായിരിക്കും എന്ത് ചെയ്യുന്നത്? ഡാറ്റേനെ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാവരും ചെക്ക് ചെയ്യും
ഡെസ്റ്റിനേഷൻ IP ഡാറ്റ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വരുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡാറ്റേനെ എല്ലാവർക്കും വരും. ബിക്കോസ് ഒരു കോമൺ ചാനലിലൂടെയാണല്ലോ ഡാറ്റ സെൻഡ്. ഇപ്പോൾ A എന്ന് പറയുന്ന ഒരു നോഡ് ഡാറ്റേനെ സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ എല്ലാവരിലേക്കും എത്തും. അപ്പം എല്ലാവരും ചെക്ക് ചെയ്യും അതിൻ്റെ ഡെസ്റ്റിനേഷൻ IP എന്താണ് എന്നുള്ളത്. ഇപ്പോൾ ഡെസ്റ്റിനേഷൻ IP നോക്കും, ഇയാളുടെ IP ആണോ നോക്കും. ഇയാളുടെ IP ആണെങ്കിൽ മാത്രമേ ഇയാളത് റിസീവ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇയാൾ ചെക്ക് ചെയ്യും എൻ്റെ IP ആണോ. ഇയാളുടെ IP അല്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും, ആ ഒരു പാക്കറ്റിനെ ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ, അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കിനകത്ത് ചാനലിന് വേണ്ടിയിട്ട് ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ്. അറ്റ് എ ടൈം മോർ ദാൻ വൺ ഡിവൈസിന് ഡാറ്റേനെ സെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ആ ചാനൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് സെൻഡ് ചെയ്യുന്നത് അല്ലേ. ചാനൽ ഷെയർ ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. സോ അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിനകത്ത് വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. മൾട്ടി ആക്സസ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് അതാണ്. ഇനി MAC മീഡിയ ആക്സസ് കൺട്രോൾ സബ് ലെയർ എന്ന് പറയുന്ന ഒരു സബ് ലെയർ ഡാറ്റ ലിങ്ക് ലെയറിനകത്ത് ഉണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹു ഈസ് അലൗഡ് ടു ആക്സസ് ദ മീഡിയ അറ്റ് എ ടൈം ആര് മീഡിയനെ ആക്സസ് ചെയ്യണം, ആ ട്രാൻസ്മിഷൻ മീഡിയം ആര് യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് MAC ആണ്, മീഡിയ ആക്സസ് കൺട്രോൾ ആണ്. ഓക്കെ, ദെൻ മീഡിയ ആക്സസ് കൺട്രോൾ പ്രോട്ടോകോൾ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 ഗ്രൂപ്പ്സ്. ഈ മീഡിയ ആക്സസ് പ്രോട്ടോകോൾ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? റാൻഡം ആക്സസ് പ്രോട്ടോകോൾ, കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോകോൾ ആൻഡ് ചാനലൈസേഷൻ പ്രോട്ടോകോൾ. ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റാൻഡം ആക്സസ് പ്രോട്ടോകോളിനകത്ത് വരുന്നത് അലോഹ, CSMA ബാർ CD, CSMA ബാർ CA ഇങ്ങനെയുള്ള പ്രോട്ടോകോൾസ് ആണ് റാൻഡം ആക്സസ് പ്രോട്ടോകോൾ കാറ്റഗറിക്കകത്ത് വരുന്നത്. ഇനി കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോകോളിനകത്ത് റിസർവേഷൻ, പോളിംഗ്, ടോക്കൺ പാസിംഗ് ഇങ്ങനെയുള്ള 3 കാറ്റഗറി 3 പ്രോട്ടോകോൾസ് ആണ് കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോകോളിനകത്ത് യൂസ് ചെയ്യുന്നത്. ദെൻ ചാനലൈസേഷൻ പ്രോട്ടോകോളിനകത്ത് FDMA, TDMA, CDMA എന്ന് പറയുന്ന 3 പ്രോട്ടോകോൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ MAC എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ട്രാൻസ്മിഷൻ്റെ സമയത്ത് ട്രാൻസ്മിഷൻ മീഡിയം ആര് ആക്സസ് ചെയ്യണം, ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് MAC അല്ലെങ്കിൽ MACൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, മീഡിയ ആക്സസ് കൺട്രോൾ പ്രോട്ടോകോളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം MACൻ്റെ 3 കാറ്റഗറീസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള റാൻഡം ആക്സസ് പ്രോട്ടോകോൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി റാൻഡം ആക്സസ് പ്രോട്ടോകോളിനകത്ത് അതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന, ഇപ്പോൾ ഒരു ട്രാൻസ്മിഷൻ പാത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസിനും സെയിം പ്രയോറിറ്റി ആണ് ഉണ്ടായിരിക്കുക. ദാറ്റ് മീൻസ് ആർക്കും ഒരു സുപ്പീരിയോറിറ്റി അവിടെ വരുന്നില്ല. എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണ്. ട്രാൻസ്മിഷൻ മീഡിയത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ചാനല് ബിസി ആണോ അല്ലെങ്കിൽ ഐഡിൽ ആണോ, ഐഡിൽ എന്ന് പറഞ്ഞാൽ ഫ്രീ ആണോ ബിസി ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഡാറ്റേനെ സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത്. ദെൻ എന്തുകൊണ്ടാണ് റാൻഡം ആക്സസ് എന്ന് പറയുന്നത്, റാൻഡം ആക്സസ് മെത്തേഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ബിക്കോസ് റാൻഡം ആക്സസ് എന്ന് പറയുന്നത് അവിടെ ഒരു സ്റ്റേഷനും അവിടെ ഒരു ഷെഡ്യൂൾഡ് ടൈം കൊടുക്കുന്നില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ട്രാൻസ്മിഷൻ മീഡിയം യൂസ് ചെയ്തുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഡാറ്റേനെ ഏത് സമയത്ത് വേണമെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഡാറ്റ പാത്തിനെ ആർക്ക് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അവിടെ റാൻഡം ആക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, റാൻഡം ആക്സസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ മീഡിയത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഏത് ഡിവൈസിനും ഏത് സമയത്ത് വേണമെങ്കിലും ആ ട്രാൻസ്മിഷൻ പാത്തിനെ ആക്സസ് ചെയ്യാം. ഓക്കെ, ഇനി കണ്ടൻഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡാറ്റേനെ സെൻഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചൊരു റൂൾസ് ഒന്നും അവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പം റൂൾസ് ഒന്നും സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട് ആർക്കും ഏത് സമയത്ത് വേണമെങ്കിലും ഡാറ്റ ട്രാൻസ്മിഷൻ പാത്തിനെ ആക്സസ് ചെയ്യുക എന്നുള്ളത് കൊണ്ടും ആ സ്റ്റേഷൻസ് തമ്മിൽ എന്ത് വരും, കോമ്പറ്റീഷൻ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. ആർക്ക് വേണമെങ്കിലും ട്രാൻസ്മിഷൻ പാത്തിനെ യൂസ് ചെയ്യുക, ആ മീഡിയത്തിനെ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കും, കോമ്പറ്റീഷൻ നടക്കും. സ്റ്റേഷൻസ് തമ്മിൽ എല്ലാവർക്കും ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരും. ആ ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ട്രാൻസ്മിഷൻ പാത്ത് യൂസ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, എല്ലാവരും അറ്റ് എ ടൈം ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ സെയിം പാത്തിലൂടെയാണ് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ എന്തിന് ചാൻസ് ഉണ്ട്, കൊളീഷൻ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പം സെയിം
പാത്ത് അല്ലെങ്കിൽ സെയിം ട്രാൻസ്മിഷൻ മീഡിയം യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ സ്റ്റേഷൻസ് തമ്മിൽ കോമ്പറ്റീഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതിനെയാണ് കണ്ടൻഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ കണ്ടൻഷൻ മെത്തേഡ് അത് പ്രത്യേകിച്ച് റൂൾസ് ഒന്നും സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യും. എല്ലാവരും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കൊളീഷന് ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ കൊളീഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡാറ്റ ഫ്രെയിംസ് ഡിസ്ട്രോയ് ചെയ്ത് പോവും. ഡാറ്റ ഫ്രെയിംസ് നശിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ബിക്കോസ് മോർ ദാൻ വൺ ഡാറ്റ ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഡാറ്റ ഫ്രെയിംസ് തമ്മിൽ കൂടിക്കലരാൻ ചാൻസ് ഉണ്ട് അല്ലേ? കൂടിക്കലരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തമ്മിൽ മിക്സ് ആവും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ആ ഫ്രെയിംസ് ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ, ഫ്രെയിംസ് നശിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫ്രെയിംസ് തമ്മിൽ ഓൾട്ടർ ചെയ്യും. മെസ്സേജുകൾ സെൻഡ് ചെയ്യുന്ന സെൻഡർ സെൻഡ് ചെയ്യുന്ന ഡാറ്റ ആയിരിക്കില്ല റിസീവർക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അവിടെ ഡാറ്റ ഓൾട്ടറിങ് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഫ്രെയിംസ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ സ്റ്റേഷനും പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് പ്രോട്ടോകോൾസിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ കൊളീഷന് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. മോർ ദാൻ വൺ ഡിവൈസസ് അറ്റ് എ ടൈം ട്രാൻസ്മിഷൻ മീഡിയം യൂസ് ചെയ്യുമ്പോൾ അവിടെ കൊളീഷന് ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കൊളീഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് റാൻഡം ആക്സസ് പ്രോട്ടോകോൾസ് എന്നുള്ളത് നോക്കാം. എലോഹ, CSMA, CSMA/CD, CSMA/CA. CA എന്നാണ് കേട്ടോ, അവിടെ ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് വന്നാണ്. CSMA/CA. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള 4 പ്രോട്ടോകോൾസ് ആണ് റാൻഡം ആക്സസ് പ്രോട്ടോകോൾസ് എന്നറിയപ്പെടുന്നത്. അപ്പം അതിനകത്ത് എലോഹ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതാണ് എലോഹ എന്നുള്ളത് നോക്കാം. എലോഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഏർലിയസ്റ്റ് റാൻഡം ആക്സസ് മെത്തേഡ് അലോഹ വാസ് ഡെവലപ്ഡ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ഹവായ് ഇൻ ഏർലി 1970. ഏർലി 1970 ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോട്ടോകോളാണ് അലോഹ എന്ന് പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സിറ്റി ഓഫ് ഹവായി ആണ് അത് ഡെവലപ്പ് ചെയ്തത്. ഏർലിയസ്റ്റ് റാൻഡം ആക്സസ് മെത്തേഡ് ആണ്. ഇറ്റ് വാസ് ആക്ച്വലി ഡിസൈൻ ഫോർ വയർലെസ് ലാൻ. ഇത് ആക്ച്വലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു റാൻഡം ആക്സസ് മെത്തേഡ് ആയിരുന്നു അലോഹ എന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും അത് ഷെയർഡ് മീഡിയത്തിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഷെയർഡ് മീഡിയം എന്ന് പറയുമ്പോൾ മൾട്ടി പോയിന്റ് കണക്ഷൻ വരുന്നിടത്ത്, ബിക്കോസ് ട്രാൻസ്മിഷൻ പാത്ത് ഷെയർ ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? അലോഹ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ഷെയർഡ് മീഡിയത്തിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? കൊളീഷന് ചാൻസ് ഉണ്ട് അല്ലേ? ഡിഫറെൻറ്റ് നോട്ട്സുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സെയിം പാത്തിലൂടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഡാറ്റ കൊളീഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ അലോഹയ്ക്ക് എന്ത് വേണം? കൊളീഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള മെത്തേഡ്സ് ആവശ്യമാണ്. എന്നിരുന്നാലേ അലോഹ കറക്റ്റായിട്ട് അതിൻ്റെ ഫങ്ഷൻ ചെയ്യുള്ളൂ. ഓക്കെ, കൊളീഷൻ ഹാൻഡ്ലിംഗ് മെത്തേഡ്സ് ആവശ്യമാണ് അലോഹ യൂസ് ചെയ്യുന്ന സമയത്ത്. ഇനി അലോഹൻ്റെ 2 വേരിയേഷൻസ് ഏതൊക്കെയാണ്? പ്യുവർ അലോഹയും അതുപോലെ സ്ലോട്ടഡ് അലോഹയും ആണ് അലോഹൻ്റെ 2 വേരിയേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നും എന്താ എന്നുള്ളത് നോക്കാം. പ്യുവർ അലോഹ യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്ന ഒരു ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്യുവർ അലോഹയ്ക്കകത്ത് സ്റ്റേഷൻസ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. 4 സ്റ്റേഷൻസ് ആണ് ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ 4 സ്റ്റേഷൻസും ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെയാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേഷൻ മീഡിയത്തിലൂടെ ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത്, ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ സെൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തിന് ചാൻസ് ഉണ്ട്? കൊളീഷന് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫ്രെയിം 1 1.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷൻ 1 സെൻഡ് ചെയ്യുന്ന ഡാറ്റയാണ്. ഫസ്റ്റ് ഡാറ്റയാണ് ഫ്രെയിം 1. ദെൻ ഫ്രെയിം 1.2 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റേഷൻ 1 തന്നെ സെൻഡ് ചെയ്യുന്ന സെക്കൻഡ് ഡാറ്റയാണ്. ഓക്കെ, 2 ഫ്രെയിംസ് ആണ് സ്റ്റേഷൻ 1 സെൻഡ് ചെയ്യുന്നത്. ഇനി സ്റ്റേഷൻ 2 സെൻഡ് ചെയ്യുന്നത് ഫ്രെയിം 2.1, ഫ്രെയിം 2.2. ദാറ്റ് മീൻസ് സ്റ്റേഷൻ 2 സെൻഡ് ചെയ്യുന്നതും 2 ഫ്രെയിംസ് ആണ്. ദെൻ സ്റ്റേഷൻ 3 സെൻഡ് ചെയ്യുന്നതാണ് ഫ്രെയിം 3.1, ഫ്രെയിം 3.2. സ്റ്റേഷൻ 3യും എന്ത് ചെയ്യാണ്? 2 ഫ്രെയിംസിന് സെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ സ്റ്റേഷൻ 4ഉം 2 ഫ്രെയിംസിന് സെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെ സെൻഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റേഷൻ 1 ഫസ്റ്റ് ഫ്രെയിമിന് സെൻഡ് ചെയ്തു, സെക്കൻഡ് ഫ്രെയിമിന് സെൻഡ് ചെയ്തു. അതാണ് ഈ ഒരു ടൈമിലാണ് സെക്കൻഡ് ഫ്രെയിമിന് സെൻഡ് ചെയ്യുന്നത്. ഇത് ടൈമിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ.
ഈ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ലൈന് ടൈമിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫ്രെയിം 1.2 സെൻഡ് ചെയ്യുന്നത് നോക്കൂ, ഈ ഒരു പെർട്ടിക്കുലർ ടൈം ഡ്യൂറേഷനിലാണ് 1.2ന് സെൻഡ് ചെയ്യുന്നത്. അപ്പം അതേ ടൈം ഡ്യൂറേഷനിൽ തന്നെയാണ് സ്റ്റേഷൻ 2 ഫ്രെയിം 2.1 ഫസ്റ്റ് ഫ്രെയിമിന് സ്റ്റേഷൻ 2 സെൻഡ് ചെയ്യുന്നത്. ഇനി അതേ ടൈമിൽ തന്നെയാണ് സ്റ്റേഷൻ 3 ഫസ്റ്റ് ഫ്രെയിമിന് സെൻഡ് ചെയ്യുന്നത്. അതേ ടൈമിൽ തന്നെയാണ് സ്റ്റേഷൻ 4 ഫ്രെയിം 1ന് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഡ്യൂറേഷൻ്റെ സമയത്താണ്, ഈ ഒരു ടൈം ഡ്യൂറേഷൻ്റെ സമയത്താണ്. അപ്പോൾ അവിടെ എന്ത് ചാൻസ് ഉണ്ട്? ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെയാണ് ഈ 4 ഫ്രെയിംസും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഈ സെയിം ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ ഈ 4 ഫ്രെയിംസും സെൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തിന് ചാൻസ് ഉണ്ട്? കൊളീഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇവിടെ ഈ കൊളീഷൻ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഈ സ്റ്റേഷൻ സെക്കൻഡ് ഫ്രെയിംസ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെയും നോക്കൂ, ഒരു കൊളീഷൻ ഡ്യൂറേഷൻ വരുന്നുണ്ട്, കൊളീഷൻ ടൈം പീരീഡ് വരുന്നുണ്ട്. എന്താണ്? സ്റ്റേഷൻ 2 സെക്കൻഡ് ഫ്രെയിമിന് സെൻഡ് ചെയ്യുന്നു, അതേ സമയം തന്നെ സ്റ്റേഷൻ 4 അതിൻ്റെ സെക്കൻഡ് ഫ്രെയിമിന് സെൻഡ് ചെയ്യുന്നു. അവിടെ എന്തുണ്ട്? കൊളീഷന് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്യുവർ അലോഹക്കകത്ത് ഹൈലി കൊളീഷൻ നടക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ബിക്കോസ് അറ്റ് എ ടൈം എല്ലാ സ്റ്റേഷൻസും അതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റേഷൻസും ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഫ്രെയിം കൺസിഡർ ചെയ്യൂ, ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊളീഷൻ സംഭവിച്ചു. അപ്പോൾ ഇതിൻ്റെ ബിഗിനിങ്ങിൽ എന്ത് ചെയ്യുന്നില്ല? കറക്റ്റ് ഡാറ്റ ആയിരിക്കില്ല ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നുണ്ടാവുക. അതേപോലെ ഈ ഒരു ഫ്രെയിമിൻ്റെ കേസ് ആലോചിച്ച് നോക്കൂ, ഇത് കംപ്ലീറ്റ് ഡിസ്ട്രോയ് ആയി പോകുന്നുണ്ട്. ഈ ഒരു ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡ് പാർട്ട്, ഹാഫ് പോർഷൻ മുതൽ എൻഡ് പാർട്ട് വരെ ഡിസ്ട്രോയ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് കൊളീഷൻ നടന്നിട്ട്. ഈ ഒരു ഫ്രെയിം ആണെങ്കിൽ ഇത് കംപ്ലീറ്റ് ഡിസ്ട്രോയ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ എന്താണ്? ഈ ഫ്രെയിംസ് എല്ലാം ചില ഫ്രെയിംസ് ഓൾട്ടർ ചെയ്യാണ്, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാണ്. ഓക്കെ, അപ്പം അതിനുള്ള ചാൻസ് വരുന്നുണ്ട് പ്യുവർ അലോഹയുടെ കേസിൽ. ഇനി സ്ലോട്ടഡ് അലോഹയുടെ കേസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സ്ലോട്ടഡ് അലോഹ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് പ്യുവർ അലോഹയുടെ ഡ്രോബാക്ക് ഒന്നുകൂടെ ഇംപ്രൂവ് ചെയ്യാൻ, ഡ്രോബാക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് പ്യുവർ അലോഹക്കകത്ത് ഒന്നുകിൽ ആ കംപ്ലീറ്റ് ഫ്രെയിം ഡിസ്ട്രോയ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓൾട്ടർ ചെയ്യപ്പെടാൻ, ഒന്നുകിൽ ഫ്രെയിമിൻ്റെ ഫസ്റ്റ് പോർഷൻ ഓൾട്ടർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്രെയിമിൻ്റെ ലാസ്റ്റ് പോർഷൻ ഓൾട്ടർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടല്ലോ, ആ കൊളീഷൻ ഡ്യൂറേഷൻ്റെ സമയത്ത് ഫ്രെയിംസ് തമ്മിൽ കൊളൈഡ് ചെയ്ത് അവിടെ ഡാറ്റ ആ ഫ്രെയിംസ് ഓൾട്ടർ ചെയ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ സ്ലോട്ടഡ് അലോഹയുടെ കേസിൽ സ്ലോട്ടഡ് അലോഹ ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത് പ്യുവർ അലോഹയുടെ എഫിഷ്യൻസിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ആ കൊളീഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും സ്ലോട്ടഡ് അലോഹനകത്ത് നടക്കുന്ന പ്രോസസ്സ്? ഇതേപോലെ 4 സ്റ്റേഷൻസ് ആണ് അതിലേക്ക് കണക്ട് ചെയ്ത് ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ഹൊറിസോണ്ടൽ ലൈന് ടൈംസിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബിക്കോസ് സെയിം ടൈമിലാണ് എല്ലാ സ്റ്റേഷൻസും ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രെയിം 1.1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേഷൻ ഫസ്റ്റ് ഫ്രെയിമിന് സെൻഡ് ചെയ്യുന്നു. ഇനി സെക്കൻഡ് ഫ്രെയിമിന് വേറൊരു ടൈമിലാണ് സെൻഡ് ചെയ്യുന്നത്. അതേപോലെ തേർഡ് സ്റ്റേഷൻ സെൻഡ് ചെയ്യുന്നത് ആ സെയിം ടൈമിൽ തന്നെയാണ്, സ്ലോട്ട് 2ലാണ് സെൻഡ് ചെയ്യുന്നത്. ഇനി സ്റ്റേഷൻ 1 സെൻഡ് ചെയ്യുന്ന സെക്കൻഡ് ഫ്രെയിം വേറൊരു ടൈം സ്ലോട്ടിലാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റയർ ടൈമിനെ ഓരോ സ്റ്റേഷനും ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എൻ്റയർ ടൈമിനെ ഇന്ന സ്റ്റേഷന് ഇത്ര ടൈം, നെക്സ്റ്റ് സ്റ്റേഷന് ഇത്ര ടൈം എന്ന് പറഞ്ഞിട്ട് ടൈമിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റേഷൻ 1ന് ഏത് ടൈമാണോ കിട്ടുന്നത് ആ ടൈമിൽ മാത്രമാണ് സ്റ്റേഷൻ 1 ഡാറ്റേനെ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ടൈം സ്ലോട്ടിൽ മാത്രമാണ് ഡാറ്റേനെ സെൻഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ടൈം സ്ലോട്ടിൽ അത് സെൻഡ് ചെയ്യുന്നില്ല. പിന്നെ വരുന്ന നെക്സ്റ്റ് സ്ലോട്ട് 3ലാണ് അത് സെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ സ്റ്റേഷൻ 2 സെൻഡ് ചെയ്യുന്ന ടൈം സ്ലോട്ട് നോക്കൂ, സ്ലോട്ട് 2ൽ സെൻഡ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഫ്രെയിം. ദെൻ സ്ലോട്ട് 4ലാണ് സെക്കൻഡ് ഫ്രെയിമിന് സെൻഡ് ചെയ്യുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ടൈം സ്ലോട്ടിൽ മാത്രമാണ് അതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന നോട്ട്സുകൾ ഡാറ്റേനെ സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കൊളീഷന് ചാൻസ് കുറവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, ഇവിടെ സെൻഡ് ചെയ്യുന്ന ഈ ഒരു ഫ്രെയിം സ്റ്റേഷൻ 1 സെൻഡ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഫ്രെയിമിന് ഒരു കൊളീഷനും സംഭവിക്കുന്നില്ല. ബിക്കോസ് ആ ടൈം സ്ലോട്ടിൽ ആരും സെൻഡ് ചെയ്യുന്നില്ല ഫ്രെയിംസിനെ. അതുകൊണ്ട് ഈ ഒരു ഫ്രെയിം കറക്റ്റായിട്ട് ഡെസ്റ്റിനേഷനിലെത്തും. അതുപോലെ തന്നെ ഇതുപോലെ സ്റ്റേഷൻ 2നകത്ത് സ്ലോട്ട് 4ലാണ് സ്റ്റേഷൻ 2
അതിൻ്റെ സെക്കൻഡ് ഫ്രെയിമിന് സെൻഡ് ചെയ്യുന്നത്. അത് ആ സമയത്ത് മറ്റാരും ഡാറ്റേനെ സെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് ഡെസ്റ്റിനേഷനിലെത്തും. അതുപോലെ തന്നെയാണ് സ്റ്റേഷൻ 4ൻ്റെ കേസിൽ സ്ലോട്ട് 5ൽ അത് സെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് മറ്റാരും സെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് ഡെസ്റ്റിനേഷനിലെത്തും. അപ്പോൾ ചില ഫ്രെയിംസ് കംപ്ലീറ്റ് ആയിട്ട് ആൾട്ടർ ഒന്നും ചെയ്യപ്പെടാതെ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ഒന്നും ചെയ്യപ്പെടാതെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നുണ്ട്. ഇനി ചില ഫ്രെയിംസ് മാത്രമാണ് ഓൾട്ടർ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നത്. ഇവിടെ സ്ലോട്ട് 2 അതിൻ്റെ ഫസ്റ്റ് ഫ്രെയിം സെൻഡ് ചെയ്യുന്നു. അതേസമയം തന്നെ സ്ലോട്ട് 3യും അതിൻ്റെ ഫസ്റ്റ് ഫ്രെയിം സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ 2 ഫ്രെയിംസും കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അതെന്ത് ചെയ്യും, നശിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അതിനകത്ത് ഓൾട്ടറിങ് നടക്കുന്നില്ല. ബിക്കോസ് ഈ ഒരു ഫ്രെയിം സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഡിസ്ട്രോയ് ചെയ്യപ്പെടും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേഷൻ 2 ഒരു ഡാറ്റേനെ സെൻഡ് ചെയ്തു. അപ്പം റിസീവറിലേക്ക് എത്തിയിട്ട് അയാൾ എന്ത് ചെയ്യും, ഈ സ്റ്റേഷൻ 2 എന്ത് ചെയ്യും, ഒരു അക്നോളജ്മെന്റ് കിട്ടുന്ന വരെ വെയിറ്റ് ചെയ്യും അല്ലേ, അത് അവിടെ എത്തിയിട്ടുണ്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ നോർമലി എന്തുണ്ടാവില്ല, അക്നോളജ്മെന്റ് തിരിച്ച് ആ സ്റ്റേഷൻ 2ന് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അക്നോളജ്മെന്റ് കിട്ടാത്ത സമയത്ത് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് വരെ അത് വെയിറ്റ് ചെയ്യും. അക്നോളജ്മെന്റ് ഒന്നും കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു അക്നോളജ്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും, സ്റ്റേഷൻ 2 എന്ത് ചെയ്യും, ഈ ഫ്രെയിം ഒന്നും കൂടി റീട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അക്നോളജ്മെന്റിന്റെ കേസൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം അക്നോളജ്മെന്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഫ്രെയിമിന് ഒന്നുകൂടെ റീട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പം എന്ത് ചെയ്താൽ മതി, ഇതിന് ചില ഫ്രെയിംസിന് മാത്രം റീട്രാൻസ്മിറ്റ് ചെയ്താൽ മതി. സക്സസ്ഫുൾ ആയിട്ട് എത്തിയിട്ടുള്ളതിന് കറക്റ്റായിട്ട് അക്നോളജ്മെന്റ് കിട്ടും. സോ അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഏതാണോ കറക്റ്റായിട്ട് എത്താത്തത് അതിന് മാത്രം റീട്രാൻസ്മിറ്റ് ചെയ്താൽ മതി. പക്ഷെ പ്യുവർ അലോഹയുടെ കേസിൽ അതല്ല. അയക്കുന്ന എല്ലാ ഫ്രെയിംസിനും എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ഫ്രെയിംസിനും ഓൾട്ടർ ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാ ഫ്രെയിംസിനും റീട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോൾ കൂടുതൽ ഫ്രെയിംസ് ഇങ്ങനെ റീട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ ഇവിടെ ചില ഫ്രെയിംസ് മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്നത്. ആ ഫ്രെയിംസിന് മാത്രം സെൻറ്റർക്ക് വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് സ്ലോട്ടഡ് അലോഹയുടെ കേസിനകത്ത് പറയാനുള്ളത്. ഇത്രയേ ഉള്ളൂ. സ്ലോട്ടഡ് അലോഹ എന്ന് പറയുമ്പോൾ എൻ്റയർ ടൈമിന് ഡിഫറെൻറ്റ് ടൈം സ്ലോട്ട്സ് ആയിട്ട് ഓരോ സ്റ്റേഷനും യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പെർട്ടിക്കുലർ ടൈം സ്ലോട്ടിൽ ഒന്നുകിൽ ആ സ്റ്റേഷന് മാത്രമായിരിക്കും ആ ടൈം യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവിടെ കൊളീഷന് ചാൻസ് ഇല്ല. കൊളീഷൻ്റെ ചാൻസ് കുറക്കുകയാണ് ചെയ്യുന്നത്. വൾണറബിൾ ടൈം എന്ന് പറയുമ്പോൾ കൊളീഷന് ചാൻസ് ഉള്ളൊരു ടൈമിനെയാണ് വൾണറബിൾ ടൈം എന്ന് പറയുന്നത്. ഇവിടെ വൾണറബിൾ ടൈം ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്യാണ്. പകുതി കൊളീഷൻസ് അതിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തുന്നത്. പക്ഷേ പ്യുവർ അലോഹയുടെ കേസിൽ അങ്ങനെയല്ല. കൂടുതൽ ഫ്രെയിംസും ഒന്നെങ്കിൽ ആൾട്ടർ ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് അലോഹയുടെ കേസിൽ പറയാനുള്ളത്. സോ നെക്സ്റ്റ് കാറ്റഗറി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.